അയ്യോ മാഡം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എന്താ മാഡം പ്രശ്നം? ചേട്ടാ, ഈ കാറാണെങ്കിൽ ലോക്കായി പോയി. എൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോലും പേഴ്സും എല്ലാം ഇതിൻ്റെ അകത്തായി പോയി. എനിക്കാണെങ്കിൽ ഓഫീസിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ആ മെക്കാനിക്കിനെ വിളിച്ചിട്ട് അയാൾ ഇതുവരെ വന്നിട്ടില്ല. അയ്യോ മാഡം, മെക്കാനിക്ക് ഞാൻ ട്രാഫിക്കിൽ പെട്ട് പോയത്. ഇപ്പം തന്നെ ശരിയാക്കി തരാം. അപ്പം താനറിഞ്ഞല്ലേ ആ മെക്കാനിക്ക്? ഓക്കെ മാഡം, ഇപ്പം ശരിയാക്കി തരാം മാഡം. അല്ല, ഇത് എത്ര സമയം എടുക്കും റെഡിയാവാനായിട്ട്? മാഡം ഒരു 15 മിനിറ്റ്. 15 മിനിറ്റോ? 5 മിനിറ്റ് ശരിയാക്കുക. എനിക്ക് പോയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ആ മാഡം, ഞാൻ വേഗം ശരിയാക്കി തരാം. ഹലോ സാർ, ഞാൻ യാത്രയില്ല സാർ. വെരി സോറി സാർ, എൻ്റെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി സാർ. അത് എൻ്റെ സ്കൂട്ടറിൻ്റെ താക്കോല് കാറിൻ്റെ അകത്തായി പോയി. കാറാണെങ്കിൽ ലോക്ക് ആയിപ്പോയി. ഞാനിപ്പോൾ ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്. അയാളെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഉടനെ എത്താം സാർ. ദൈവമേ, ഞാൻ ആദ്യമായിട്ടൊരു മീറ്റിങ്ങിന് വൈകി പോണേ. ഞാൻ എന്ത് ചെയ്യും? ഇയാളിത് എന്തെടുക്കുമോ ഇവിടെ? നിങ്ങൾ ഇത്ര നേരം ഇടുന്ന നന്നാക്കി കഴിഞ്ഞില്ലേ? നോക്കൂ മാഡം, പെട്ടെന്ന് ഇളക്കിയെടുത്താൽ ഡോർ കംപ്ലൈൻ്റ് ആവും, അതുകൊണ്ടാണ്. ഇപ്പം ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്തോടോ കഴിയാത്തത്? പിന്നെ മാഡം, പണി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്ക് 8 വർഷമായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ 5 മിനിറ്റുള്ളിൽ അത് റെഡിയാക്കി തരാം. തൻ്റെ 8 വർഷത്തെ എക്സ്പീരിയൻസ് കാരണേ ഞാൻ വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ മീറ്റിംഗ് തുടങ്ങി. ഞാൻ ഓൾറെഡി ലേറ്റ് ആയി. ഞാനിനി എന്ത് ചെയ്യും? നോക്കൂ മാഡം, ഡോർ തുറന്നു. തുറന്നോ? ഓ താങ്ക് ഗോഡ്. എത്ര രൂപയായി മാഡം? 500 രൂപ. 500 രൂപയോ? 200 രൂപയുടെ പണിയെടുത്തിട്ട് 500 രൂപയെന്നോ? താൻ എന്തീ പറയണേ? മാഡം, അത് ഇതാ 200 രൂപ തരും. ഇത് മതി, ഇത് പിടിക്ക്. മാഡം, നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? 200 രൂപ എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാനത്തേക്കുള്ളൂ. എനിക്ക് 500 രൂപ വേണം. മര്യാദയ്ക്ക് ഇത് പിടിക്കുക. നീ കാരണം ഓൾറെഡി ഞാൻ ലേറ്റായി. 2 മിനിറ്റ് പണി ചെയ്യാനേ 500 രൂപ ഞാൻ തരില്ല. മാഡം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ 8 വർഷം കഷ്ടപ്പെട്ടത് കൊണ്ടാണ് 2 മിനിറ്റ് കൊണ്ട് എനിക്കിത് ശരിയാക്കാൻ പറ്റിയത്. മാത്രമല്ല, ഞാൻ 8 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ സ്കില്ലാണ്. എനിക്ക് 500 രൂപ കിട്ടിയേ പറ്റൂ. എനിക്ക് തന്നെ 8 വർഷത്തെ കഥയൊന്നും കേൾക്കാൻ സമയമില്ല. തനിക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പൊക്കോ. അങ്ങനെയാണെങ്കിൽ ഞാനും പോയില്ല, ഇവിടെ നിന്ന് നിങ്ങളും പോയില്ല. എന്താ ഏട്ടാ പ്രശ്നം? നിങ്ങൾ എന്തിനാ ഒച്ച വെക്കുന്നേ? അതൊരു പെൺകുട്ടിയല്ലേ? മാഡം, പെൺകുട്ടിയൊക്കെ ശരി. ഞാൻ എൻ്റെ പണിയെടുത്ത കാശാണ് ചോദിച്ചത്. ഞാൻ 500 രൂപ ചോദിച്ചിട്ട് അവരെനിക്ക് 200 രൂപ തരുന്നത്. മാഡം, 2 മിനിറ്റത്തെ പണി ചെയ്തിട്ട് ഇയാളെ 500 രൂപ ചോദിക്കണം. ഞാൻ എങ്ങനെ കൊടുക്കും? ഞാൻ ഓൾറെഡി ഈ മീറ്റിങ്ങിന് പോകാൻ ലേറ്റ് ആയി ഇയാൾ കാരണം. അല്ല, അയാൾ ആ ഡോറ് ശരിയാക്കി തന്നില്ല. എന്നാ പിന്നെ നിങ്ങൾക്ക് കാശ് കൊടുക്കാൻ പാടില്ല. അപ്പൊ പ്രശ്നം തീരുമല്ലോ. അതെ മാഡം, ഞാൻ പണിയെടുത്ത കാശാണ് ചോദിക്കുന്നത്. ഇവരെനിക്ക് തരുന്ന 200 കൊണ്ട് എൻ്റെ ബൈക്കിന് പെട്രോൾ അടിക്കാൻ പോലും തരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഈ എമർജൻസി സിറ്റുവേഷൻ അയാൾ നിങ്ങളെ സഹായിച്ചില്ലേ? അയാൾ പണിയെടുത്ത കാശല്ലേ ചോദിച്ചത്? നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നല്ല കാറ്, ജോലി. പിന്നെ നിങ്ങൾക്ക് 500 രൂപ ഒരു പ്രശ്നമാണോ? നിങ്ങളാൾ കൊള്ളാലോ. എനിക്ക് കാറുണ്ട്, ക്യാഷ് ഉണ്ടെന്ന് ഒരു ചിവനൊക്കെ ഞാൻ വെറുതെ പൈസ കൊടുക്കണോ? ഇയാൾ ചെയ്ത ജോലിക്ക് ഞാനൊരു വില ഇട്ടിട്ടുണ്ട് 200 രൂപ. ഇത് കൂടുതൽ ഒരു 5 പൈസ ഞാൻ അയക്ക് കൊടുക്കത്തില്ല. എന്നാൽ പിന്നെ മാഡത്തിന് ആദ്യമേ പറയില്ലായിരുന്നു 200 രൂപ തരുള്ളൂ. എങ്കിൽ ഞാൻ ഈ പണി ചെയ്യത്തില്ലായിരുന്നു. മാഡം, ഇവരുടെ പ്രശ്നം എന്തെന്നറിയോ? ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഈ പണി തീർത്തു കൊടുത്തു. ഞാൻ 8 വർഷം എടുത്തു ഈ പണി പഠിക്കാനായിട്ട്. അത് ഇവർക്ക് പ്രശ്നമല്ല. ചേട്ടാ, ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ ഇങ്ങ് വന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ ഞാൻ ചോദിച്ച കാശ് നിങ്ങൾ തരില്ല, ഉറപ്പല്ലേ? അതെ. എങ്കിൽ ശരി. എടോ, താൻ എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നേ? ഇയാളിത് എന്ത് പണിയാ കാണിച്ചേ? നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് തന്നെ വേണം.